ഹലോ, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പെൻസിൽ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തേത് ഇതുപോലത്തെ ഒരു പെൻസിൽ സ്റ്റാൻഡാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ബിസ്ക്കറ്റിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ചെറിയ ബോക്സൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബാക്കി വന്ന പീസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് രണ്ടാമത്തെ ഉണ്ടാക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, പെൻസിൽ സ്റ്റാൻഡ്, അതൊരു ഓർഗനൈസർ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെയാണ് ശ്രദ്ധിച്ചത്, ഇതുപോലെ ഫ്ലെക്സിബിൾ പോലെയാണ് ഇതുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം നല്ല ഒരു ടൈറ്റ് പോലെ നിൽക്കുന്നതാണ്. നമ്മൾ ഈ ഒരു പെൻസിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല ഉറപ്പുണ്ടായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കട്ടിയാക്കി കൊടുക്കണം. കട്ടിയുള്ള ബോക്സ് ആണെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളത് കവർ ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ A4 ഷീറ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കളർ പേപ്പർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണുള്ളൂ നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു പെൻസിൽ സ്റ്റാൻഡ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈന് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതൊരു ബോക്സ് പോലെയല്ല നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു സ്ലൈഡ് ചെയ്യുന്ന പോലെയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതായി ഇതുപോലത്തെ ഒരു ഓർഗനൈസറിലാണ് ചെയ്യുന്നത്. ഇതൊരു ഗ്രീൻ ടീൻ്റെ ഒക്കെ ഒരു ബോക്സാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു വീതിയുള്ള പോലത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ നല്ല സ്പേസാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇതിൽ പെൻസിലല്ലാണ്ട് വേറെ ഇട്ടേക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ഡിസൈനൊക്കെ എഴുതിയിട്ട് കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പിന്നെ അതിൻ്റെ ചുറ്റിലും നമ്മൾ A4 വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇനി അതിൽ ഓരോ പാർട്സാക്കി നമ്മൾ വെക്കണ്ടേ. നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻസിൽ മാത്രമല്ല വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പാർട്സാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അതിൻ്റെ തന്നെ കാർഡ്ബോർഡ് എടുത്തിട്ട് അതുപോലെ നടുക്ക് എത്രയാണോ ലെങ്ത്തിൽ വരേണ്ടത് അത് അളവെടുത്തിട്ട് വേണം ഇതുപോലത്തെ പീസാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഓരോ പീസും ഇതുപോലെ തന്നെ വെച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം വരുന്നത് 4 കള്ളിയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പലതും ഇട്ടേക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ഓർഗനൈസർ. ഇനി ഇതിലത്തെ ഒരു കള്ളിയിൽ ആക്ലി കളറാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ 4 എണ്ണേ കൊള്ളുള്ളൂ ഒരു കള്ളിയിൽ. അപ്പോൾ മറ്റേ കള്ളിയിലായിട്ടാണ് കേട്ടോ ഒരു ആക്ലി കളർ വെക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ ഒരു കള്ളിയിൽ നമ്മൾ സൈഡിൽ വെച്ച ഒരു ചെറിയ കള്ളിയിൽ അതിൽ നമുക്കിതുപോലെ ഇറൈസർ, അതുപോലെ തന്നെ ഷാർപ്നർ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയതാണ്. പിന്നെ ഗ്ലൂവിനാണ് കേട്ടോ നമ്മൾ ഈ ഒരു വലിയൊരു കള്ളി ഉണ്ടാക്കിയത് ഈ ഒരു ഗ്ലൂ വെക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ ഗ്ലൂ വലുതാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോരുത്തർ ഓർഗനൈസ് ചെയ്യുന്നത് വേറെ വേറെ ആയിരിക്കുമല്ലോ. അതായത് ഓരോ ബോക്സൊക്കെ വേറെ ആയിരിക്കും. അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു 2 ഓർഗനൈസറും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു 2 ബോക്സ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ പലതും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത്. ആക്ലി കളർ, അതുപോലെ 4 കള്ളിയാണ് വന്നിട്ടുള്ളത്. ഒരു വലിയ ഓർഗനൈസറാണ്. അതുപോലെ തന്നെ നമ്മൾ ചെറുതിൽ ഈ ഒരു പെൻസിലൊക്കെ ഇട്ടേക്കാൻ പറ്റിയതാണ് ഈ ഒരു ചെറിയ ബോക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.